ഹായ്, ഇന്ന് സൺഡേ ഒക്കെ അല്ലേ? അപ്പോൾ വീട്ടിലിരുന്ന് അടിച്ചു പൊളിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു 5 തമിഴ് ത്രില്ലർ സിനിമകളെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. എന്തായാലും അടുത്ത ആഴ്ച ഏത് തരത്തിലുള്ള സിനിമകളാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി വിട്ടേക്കുക. ഏറ്റവും കൂടുതൽ അഭിപ്രായപ്പെടുന്ന സിനിമകളായിട്ട് അടുത്ത സൺഡേയിൽ കാണാം. എന്തായാലും സിനിമകളെപ്പറ്റി ഡീറ്റെയിൽ അറിയുന്നതിന് മുന്നോടിയായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമ്മുടെ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ളത് നെൽസൺ വെങ്കടേഷിന്റെ ഡയറക്ഷനിൽ 2023 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഫർഹാന എന്ന് പറയുന്ന ചിത്രമാണ്. ഈ ഒരു സിനിമ ഒരു ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ കഥ എന്നുള്ളത് നമ്മുടെ ചിത്രത്തിലെ നായികയുടെ പേരാണ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഫർഹാന എന്നുള്ളത്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു സ്ത്രീയാണ്. ഒരു ഘട്ടത്തിൽ ഇവൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പണം എന്നുള്ളൊരു കാര്യം ജീവിതത്തിൽ അനിവാര്യമായിട്ട് വരികയാണ്. എന്തായാലും അത് കണ്ടെത്താൻ വേണ്ടി അവളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാണ്. അതൊരു കോൾ സെൻ്റർ ആണ്. ആ കോൾ സെൻ്ററിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് സ്പോയിലർ ആക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കോൾ സെൻ്റർ ആയിരുന്നില്ലത്. എന്തായാലും അതിലേക്ക് പ്രവേശിക്കുന്നതും തുടർന്ന് അവൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു സംഭവവികാസങ്ങളൊക്കെ ആയിരുന്നു സിനിമയുടെ കഥാപരിസരം എന്നുള്ളത്. അത്യാവശ്യം പ്രേക്ഷകരെ മുഷിപ്പിക്കാതെ ത്രില്ലടിപ്പിച്ച് ഇടിച്ചിരുത്തുന്ന ഒരു കഥാപരിസരവും. അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷാണ് ആ ടൈറ്റിൽ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ജിതിൻ രമേശ്, സെൽവരാഘവൻ, അനുമോൾ തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെ എല്ലാം പ്രകടനങ്ങൾ കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ തരക്കേടില്ലാത്ത ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നൽകാൻ വേണ്ടി ഫർഹാനയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒന്ന് സന്ദർശിച്ച് നോക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ഫർഹാന എന്നുള്ളത്. ഈ ഒരു സിനിമ സോണി ലീവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ജഗദീശൻ സാബുവിന്റെ ഡയറക്ഷനിൽ 2017 ഒരു തമിഴ് ത്രില്ലർ ഡ്രാമയായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന സിഗൈ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒരു 4ാം സ്ഥാനത്തുള്ളത്. ചിത്രത്തിനുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ കതിർ, അതുപോലെ തന്നെ രാജ് ഭരത്, ഋതിക തുടങ്ങിയവരൊക്കെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിന്റെ ഒരു പ്രമേയം എന്നുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മുടെ സിനിമയിലെ ഒരു സുപ്രധാന കഥാപാത്രം പ്രശാന്ത് എന്നാണ് ആളുടെ പേരെന്നുള്ളത്. അയാൾ ചെയ്യുന്ന തൊഴിലെന്നുള്ളത് പ്രോസ്റ്റിറ്റ്യൂട്ടിനെയൊക്കെ തന്നെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലുള്ള ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് ഒരു ദിവസം മിസ്സാകാണ്. ശേഷം ആ ഒരു പെൺകുട്ടിയെ തേടി ഇറങ്ങുന്നതൊക്കെയാണ് ഏകദേശം ഒരു കഥാപരിസരം എന്ന് പറയാൻ സാധിക്കും. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലെത്തുന്നത് കതിർ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിനെയാണ്. കാരണം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഒരു വേറിട്ട ഒരു കഥാപാത്രമായിരുന്നു ഈ ഒരു സിനിമയിലേത്. കൂടുതലായിട്ട് സ്പോയിലർ ഒന്നും ആക്കുന്നില്ല, കണ്ടു തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുക. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രകടനമായിട്ട്, അതുപോലെ തന്നെ പ്രശാന്ത് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ രാജ് ഭരത്താണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഋതിക ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഇവരുടെയൊക്കെ പെർഫോമൻസ് വളരെ ഗംഭീരമായിട്ടാണ് നിൽക്കുന്നത്. കൂടാതെ സിനിമയ്ക്കുള്ളിൽ അത്യാവശ്യം ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ അത്യാവശ്യം ത്രില്ലടിക്കാൻ പറ്റുന്ന കുറേ മൊമെന്റ്സും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു സിനിമ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ത്രില്ലർ ചിത്രം തന്നെയാണിത്. ഈ ഒരു സിനിമ C5-ലും അതുപോലെ തന്നെ യൂട്യൂബിലും അവൈലബിൾ ആണ്. M ശശികുമാറിന്റെ ഡയറക്ഷനിൽ 2010 ഒരു തമിഴ് ക്രൈം ത്രില്ലർ സിനിമയിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈസൻ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു 3ാം സ്ഥാനത്തുള്ളത്. ചിത്രത്തിനുള്ളിൽ വൈഭവ്, അതുപോലെ തന്നെ സമുദ്രകനി, അഭിനയ തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിന്റെ കഥ ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. കാരണം കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ സിനിമയുടെ 2ാം പകുതിയിലേക്ക് കടക്കുമ്പോഴുള്ള ചില സർപ്രൈസ് എലമെന്റ്സുകളൊക്കെ പൊളിഞ്ഞു പോയേക്കാം. അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ സിനിമയുടെ ഒരു ആരംഭം എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ കഥയിലേക്കൊക്കെ മെയിനായിട്ട് കടക്കുന്നത് ആ ഒരു ഇന്റർവെല്ലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കാണ്, അല്ലെങ്കിൽ ഇന്റർവെല്ല് അതിന് ശേഷം എന്നൊക്കെയുള്ളതാണ്. സോ നിങ്ങൾ ഒന്നും അറിയാതെ പോവുകയാണെങ്കിലാണ് ഈ ഒരു സിനിമ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുക. ഞാൻ പറഞ്ഞു വന്ന് എത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ മറ്റൊരു സാരം കൂടിയുണ്ട്. സിനിമയുടെ തുടക്കമൊക്കെ കണ്ടിട്ട് ഇത് എന്തൊട്ട് സിനിമയെന്ന് ആലോചിക്കില്ല. തുടക്കമൊന്നും വലിയ ഇമ്പ്രസ് ആയിട്ട് തോന്നുന്നില്ല. ഇതന്നെ ഒരു വാലും തലയില്ലാത്ത ഒരു സിനിമയാണല്ലോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചേക്കാം. പയ്യെ കണ്ടുകൊണ്ടിരിക്കുക. പതിയാണ് സിനിമയുടെ കഥയിലേക്ക്, അല്ലെങ്കിൽ ആ കഥ എന്നുള്ള ട്രാക്കിലേക്ക് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ല രസമാണ്. അത് സെക്കൻഡ് ഹാഫ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കുറേ ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. കൂടാതെ ഇതിൻ്റെ അകത്ത് ആ 2ാം പകുതിയിൽ ഒരു ഫ്ലാഷ് ബാക്ക് രംഗമൊക്കെ വരുന്നുണ്ട്. നല്ല രസമായിരിക്കും, നല്ലൊരു രസം എക്സ്പീരിയൻസ് ആയിരിക്കും ആ ഒരു ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സിനിമ സമ്മാനിക്കുക. ഈ സിനിമയിലെ പ്രകടനങ്ങൾ എന്നൊക്കെയുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, വൈഭവ് ആകട്ടെ, അഭിനയ ആകട്ടെ, സമുദ്രകനി ആകട്ടെ, ഇവരൊക്കെ തന്നെ കിട്ടു പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത്. അതിനേക്കാളൊക്കെ ഉപരി ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്ലാഷ് ബാക്ക് രംഗമുണ്ട് സെക്കൻഡ് ഹാഫിൽ. കൂടുതലായിട്ട് സ്പോയിലർ ആക്കുന്നില്ല. ആ ഒരു ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിൽ കുറച്ച് കഥാപാത്രങ്ങൾ കാണും. നിങ്ങൾ ഒരുപാട് ഇമ്പ്രസ് ചെയ്യിക്കും ആ ഒരു ക്യാരക്ടേഴ്സ് എന്നുള്ളത്. എന്തായാലും സെക്കൻഡ് ഹാഫ് ഒക്കെ അത്യാവശ്യം ത്രില്ലടിച്ചിരുന്ന് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള സിനിമയാണ്. കൂടാതെ ക്ലൈമാക്സ് ഒക്കെ നല്ല രസമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്തായാലും ഈ ഒരു സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒരു 3ാം സ്ഥാനത്തുള്ളത്. ഈ ഒരു സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. 2021 ഒരു തമിഴ് നിയോനോയർ ആക്ഷൻ ത്രില്ലർ ചിത്രമായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന
റോക്കി എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു 2ാം സ്ഥാനത്തുള്ളത്. അരുൺ മതേശ്വരനാണ് ചിത്രത്തിൻ്റെ എന്താണ് ഡയറക്ടർ എന്നുള്ളത്. സിനിമയുടെ കഥ എന്നുള്ളത് ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേരാണ് റോക്കി അല്ലെങ്കിൽ റോക്കി ബായ്. എന്തായാലും റോക്കി ബായ് അല്ല കേട്ടോ, വെറും റോക്കിയാണ്. എന്തായാലും അദ്ദേഹം കുറച്ച് കാലങ്ങളായിട്ട് ജയിലിലാണ്, കുറച്ച് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ജയിലിലേക്ക് പോയത്. എന്തായാലും അതിനുശേഷം അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയ വഴി തന്നെ അദ്ദേഹം അന്വേഷിച്ചത് തൻ്റെ അനിയത്തിയാണ്. അനിയത്തിയുടെ പേരെന്നുള്ളത് അമുദ എന്നുള്ളതാണ്. എന്തായാലും അവളെ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു. ഇതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളുമായിരുന്നു ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത്. ഇതൊരു പക്ക ഡെഡ് സ്ലോ ഫിലിമാണ്. ഓക്കെ, വളരെ സ്ലോ ആയിട്ട് കഥ പറയുന്ന സിനിമയാണ്. പക്ഷേ അതിലൊരു താളവും രസവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. എടുത്തു പറയേണ്ട ചിത്രത്തിൻ്റെ തിരക്കഥയൊക്കെ പറ്റി തന്നെയാണ്. സിനിമ കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരേ സമയം ഒരു മാസ് സിനിമ കാണുന്ന ഫീലും കിട്ടും, അതോടൊപ്പം തന്നെ ഒരു ക്ലാസ് സിനിമ കാണുന്ന ഫീലും കിട്ടും. ആ ഒരു രീതിയിലുള്ള ഒരു നരേഷനാണ് ആ സ്ക്രീൻ പ്ലേക്കുള്ളിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ വസന്ത് രവി, അതുപോലെ തന്നെ ഭാരതിരാജ, രവീണ രവി തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെ പ്രകടനം എന്നുള്ളതും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഈ ഒരു ചിത്രത്തിനുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നത്. സോ മൊത്തത്തിൽ നോക്കിക്കാണുമ്പോഴത്തേക്ക് ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ മൂഡിലുള്ള ഒരു ത്രില്ലർ സിനിമ തന്നെയാണ് റോക്കി എന്നുള്ളത്. തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കേണ്ട ഒരു ചിത്രം എന്ന് തന്നെയും പറയും. എന്തായാലും ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ മൂഡിൽ പോകുന്ന ഒരു സിനിമ കാണണം, അത് ഒരു ത്രില്ലർ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ 1ാം സ്ഥാനത്ത് കൊണ്ടുവെക്കുന്നത്. ചിത്രത്തിൻ്റെ പേരെന്നുള്ളത് ഐന്ത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ 555 എന്നും പറയാൻ സാധിക്കും. 2013 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശശിയാണ്. സിനിമയ്ക്കുള്ളിൽ ഭരത്, അതുപോലെ ചാന്ദിനി ശ്രീധരൻ തുടങ്ങിയവർക്കാണ് കേന്ദ്ര കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചിത്രമാണ് നമ്മുടെ ലിസ്റ്റിൽ അവർ 1ാം സ്ഥാനത്തുള്ളത്. ചിത്രത്തിൻ്റെ കഥ എന്നുള്ളത് സിനിമയ്ക്കുള്ളിൽ നമ്മുടെ നായകൻ ഒരു ആക്സിഡന്റിൽ പെടുകയാണ്, അത് ഒരു കാർ ആക്സിഡന്റിൽ പെടുകയാണ്. അതിനുശേഷം ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് എന്തൊക്കെയോ കുറച്ച് വിഷയങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒരു കാമുകി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ തൻ്റെ ചുറ്റിലുള്ള ആളുകൾക്കൊന്നും ഇദ്ദേഹത്തിൻ്റെ ഒരു കാമുകി ഉള്ളതായിട്ട് അറിയത്തില്ല. ശരിക്കും അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ, അല്ലെങ്കിൽ കാർ ആക്സിഡന്റിന് ശേഷം വല്ല വട്ടുമായതാണോ, അല്ലെങ്കിൽ ഇതിന് വല്ല സത്യം ഉണ്ടോ എന്നൊക്കെ തന്നെ വളരെ ത്രില്ലിംഗ് ആയി കാണിച്ചു തരുന്നതായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകനെ അത്യാവശ്യം എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു കഥയും തിരക്കഥയും അതുപോലെ തന്നെ ഒരു മേക്കിങ്ങും ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. അതായത് മേക്കിങ്ങിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു സ്റ്റൈലിഷ് ആക്കി തന്നെയാണ് എല്ലാ ഭാഗങ്ങളും നിന്നിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി എഡിറ്റിംഗ് വർക്ക് ആകട്ടെ, മ്യൂസിക് വർക്ക് ആകട്ടെ, സിനിമാറ്റോഗ്രഫി കാഴ്ചയായിട്ട് നല്ല രസമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഭരത്തിൻ്റെ പ്രകടനമാകട്ടെ, അതുപോലെ തന്നെ ചാന്ദിനി ശ്രീധരൻ ആ ഒരു ആക്ട്രസിൻ്റെ പ്രകടനമായിട്ട്, ഇതൊക്കെ തന്നെ നല്ല ഹൈലൈറ്റ് ആയിട്ടാണ് സിനിമയ്ക്കുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നത്. പൂർണ്ണമായിട്ടും അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് 555 എന്നുള്ളത്. ഈ ഒരു സിനിമ C5 അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും കാണാത്തവർക്ക് അതിലൂടെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു 5 സിനിമകൾ എന്നുള്ളത്. ഇതിൽ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇനി ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെച്ചേക്കുക. എന്തായാലും ഇതുപോലൊരു സെഗ്മെൻറ്റുമായിട്ട് അടുത്ത സൺഡേ കാണാം. ബൈ.